ഹേ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം വെദർ ഇൻ സ്വിറ്റ്സർലാൻഡ് എന്നതാണ്. ഇവിടേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ വെദർ. അപ്പോൾ ഇവിടുത്തെ ഓരോ സീസൺസ് ഏതൊക്കെയാണെന്നും ആ സീസൺസിൽ അനുഭവപ്പെടുന്ന വെദർ എങ്ങനെയാണെന്നും ഈ വീഡിയോ വഴി ഞാൻ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ മുഴുവനായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ ചാനലും ഇതിലെ വീഡിയോസും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ഇതെല്ലാം തന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് സീസൺ സ്പ്രിംഗ് സീസൺ. വസന്തകാലത്തെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. വസന്തകാലത്തിൻ്റെ അതായത് സ്പ്രിംഗ് സീസണിൻ്റെ സമയം എന്ന് പറയുന്നത് മാർച്ച് ടു മെയ് ആണ്. കൊടും തണുപ്പിൽ തണുത്തുറഞ്ഞ് ക്ഷീണിച്ച മരങ്ങളും ചെടികളും പുതുജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന കാലമാണ് വസന്തകാലം അല്ലെങ്കിൽ സ്പ്രിംഗ് സീസൺ. കട്ടപിടിച്ച മഞ്ഞുകൾ ഉരുകി തുടങ്ങുന്ന മാസങ്ങൾ. സ്വിറ്റ്സർലാൻഡ് എന്ന രാജ്യത്തെ ലോകപ്രശസ്തമാക്കിയ കാഴ്ചകളുടെ വസന്തമൊരുക്കുന്ന വാലീസ് എല്ലാം പച്ച വിരിച്ചു തുടങ്ങുന്ന മാസങ്ങൾ. ടൂലിപ്സ്, ഡാഫോഡിൽസ് പോലെയുള്ള നിരവധി പൂക്കൾ വിരിയാൻ തുടങ്ങുന്ന കാലം. സ്പ്രിംഗ് സീസണെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് കേട്ടോ. ഈ സീസണിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ 8 ഡിഗ്രി ടു 18 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഹില്ലി ഏരിയാസിൽ ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഈ സമയങ്ങളിൽ ഇവിടേക്ക് വരുന്ന ആളുകൾ ഒരു നോർമൽ ജാക്കറ്റെങ്കിലും കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. ഇതാണ് സ്പ്രിംഗ് സീസൺ. സ്പ്രിംഗ് സീസൺ കഴിഞ്ഞാൽ നെക്സ്റ്റ് സീസൺ സമ്മർ സീസൺ ആണ്. സ്വിറ്റ്സർലാൻഡിലെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളും എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർക്ക് പറ്റിയ സമയമാണ് സമ്മർ. എന്നാൽ വെദർ എൻജോയ് ചെയ്യാൻ വരുന്നവർക്ക് അത്ര സൂട്ടബിൾ ആയിട്ടുള്ള കാലമല്ല. കാരണം ഇവിടെ നല്ല ചൂടാണ്. എസ്പെഷ്യലി സിറ്റി ഏരിയാസിൽ 18 ഡിഗ്രി സെൽഷ്യസ് ടു 32 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ പോയി കാണാറുണ്ട്. ജൂൺ തൊട്ട് ഓഗസ്റ്റ് വരെയാണ് സമ്മർ സീസൺ. ഇപ്പോൾ ഇവിടെ സമ്മറാണ്. ഇപ്പോൾ നിലവിൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് നമുക്ക് ഉച്ച സമയങ്ങളിൽ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. സമ്മറിന്റെ മറ്റൊരു പ്രത്യേകത സൂര്യന്റെ പ്രകാശം രാത്രി 9 മണി വരെയും ഉണ്ട് എന്നതാണ്. കാലത്ത് 5:30 നേരം വെളുത്തു കഴിഞ്ഞാൽ രാത്രി 9 മണി വരെ സൂര്യപ്രകാശം നമുക്ക് ഇവിടെ ഈ ഒരു സമയങ്ങളിൽ കിട്ടുന്നതാണ് കേട്ടോ. പകലിന്റെ ദൈർഘ്യം ഒരുപാട് കൂടുതലാണ് ഈ കാലത്ത്. ഇതൊക്കെയാണ് സമ്മർ സീസണിന്റെ പ്രത്യേകത. സമ്മർ സീസണിൽ ഇങ്ങോട്ട് വരുന്ന ആളുകൾ കുട, സൺസ്ക്രീൻ പോലെയുള്ള കാര്യങ്ങൾ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും കേട്ടോ. സമ്മർ കഴിഞ്ഞ് വരുന്ന സീസൺ ഓട്ടം സീസണാണ്. സെപ്റ്റംബർ ടു നവംബർ. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഓട്ടമാണ്. കാരണം ഞാൻ ആദ്യമായി സ്വിച്ചിൽ കാലുകുത്തുന്നത് ഒരു ഓട്ടം സീസണിലാണ്. വളരെ പ്ലസന്റ് ആയ ഒരു സമയമാണ് ഓട്ടം. മരങ്ങളും അവയുടെ ഇലകളും മഞ്ഞയും ചുവപ്പും കളറിലേക്ക് മാറുന്ന ഒരു സമയം. ആ സമയത്ത് ഇവിടുത്തെ പ്രകൃതിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. സീസൺ പകുതിയാകുമ്പോഴേക്കും മരങ്ങളെല്ലാം അവയുടെ ഇലകൾ പൊഴിക്കാൻ തുടങ്ങും. വർണ്ണവൈവിധ്യമായ ഈ ഇലകൾ പൊഴിഞ്ഞു കിടക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. മഞ്ഞുമൂടിയ പ്രഭാതങ്ങളും ചെറിയ ചാറ്റൽ മഴകളും ഈ ഒരു ശരത്കാലത്തെ ഒന്നുകൂടി മനോഹരമാക്കാറുണ്ട്. മൈ പേഴ്സണൽ ഫേവറേറ്റ് സീസൺ. ഈ ഒരു സമയത്ത് കിട്ടുന്ന പ്യൂർ ആൻഡ് ക്രിസ്പി എയർ മറ്റൊരു പ്രത്യേകത കൂടിയാണ് കേട്ടോ. ഈ ഒരു സമയത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 8 ഡിഗ്രി ടു 18 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന ട്രെയിൻ ജേണീസ് വളരെ മനോഹരമാണ്. വർണ്ണവൈവിധ്യമായി നിൽക്കുന്ന പ്രകൃതി ഒരു മനോഹരമായ കാഴ്ചയാണ്. ഈ പറയുന്ന ടെമ്പറേച്ചർ എല്ലാ സീസണിലെയും 2-3 ഡിഗ്രി മേലെയോ താഴെയോ പോവാം. അപ്രോക്സിമേറ്റ് ഒരു ടെമ്പറേച്ചറാണ് ഞാനിപ്പോൾ എല്ലാ സീസണിലും പറഞ്ഞിരിക്കുന്നത്. അടുത്ത സീസൺ വിൻ്റർ സീസണാണ്. ഡിസംബർ ടു ഫെബ്രുവരി. ഇതാണ് വിൻ്റർ സീസണിൻ്റെ സമയം. സ്നോഫോൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും സ്കീയിങ്, സ്ലെഡ്ജിങ് പോലെയുള്ള വിൻ്റർ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും പറ്റിയ സമയമാണ് വിൻ്റർ സീസൺ. അതായത് ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെ. എക്സ്ട്രീം തണുപ്പായിരിക്കും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷമായ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പോലെയുള്ള ആഘോഷങ്ങൾ കാണാനും അതുപോലെ തന്നെ ക്രിസ്മസ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് സമയമാണ്. ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് പോലെ സിറ്റി സെൻറ്റേഴ്സിലൊന്നും കാര്യമായ സ്നോഫോൾസ് ഇവിടെ ഉണ്ടാവാറില്ല. ഒരു സീസണിൽ 2-3 വട്ടം ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ 2 വട്ടമോ 3 വട്ടമൊക്കെയാണ് ഉണ്ടായത്. വലിയ കാര്യമായ ഹെവി ആയിട്ടുള്ള സ്നോഫോൾസ് ഒന്നും സിറ്റി സെൻറ്റേഴ്സിൽ ഇവിടെ അനുഭവപ്പെടാറില്ല. സിറ്റി ടെമ്പറേച്ചർ അറൌണ്ട് -4 to 6 ഡിഗ്രി വരെയാണ്. എന്നാൽ മൗണ്ടൈൻസിൽ ഇത് വല്ലാതെ താഴെയായിരിക്കും. ഈ ഒരു വിൻ്റർ സീസൺ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർ കയ്യിൽ ഗ്ലൗസ്, സ്നോ ബൂട്ട്, ജാക്കറ്റ്, തെർമൽസ് ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് ഇവിടുത്തെ ഒരു വെതറിൻ്റെ കണ്ടീഷൻ. 4 സീസൺസാണ് മെയിനായിട്ട് ഇവിടെ വരുന്നത്. ഈ 4 സീസൺസിലെയും ഇവിടുത്തെ വെതറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇഷ്ടം ലൈക്കായും കമൻ്റായിട്ടും ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.